ഹായ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ വിഷുവിന് എന്തെടുത്തു? വ്ളോഗ് എടുത്തു. മറ്റേ എന്തിനു വ്ളോഗ് എടുത്തു? അപ്പോൾ എൻ്റെ കല്യാണം വ്ളോഗ് എടുത്തു. ഇതൊന്നും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടില്ല. പക്ഷെ ഇത് ഞാൻ എന്തായാലും എത്തിച്ചിരിക്കും ഗൈസ്. ഹായ് ബേബി. ഹായ്. പാവം. നമ്മളെങ്ങടെ പോണ വെച്ചു? തിരിയൂ. ഞങ്ങൾ ബ്രോഡ്വേയിലേക്ക് പോവാണ് ഗൈസ്. നാളെ ശാലുവിന്റെ വളകാപ്പ് നടത്താൻ പോവാണ് ഞങ്ങള്. അപ്പൊ വളരെ അവസാനമായി തീരുമാനിച്ചുകൊണ്ട് ഡെക്കറേഷൻ ടീമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മുടെ ആരാണ് അച്ചുവേട്ടനും രാമൻകുട്ടിയും ആരാണടാ പുള്ളിയും പറഞ്ഞത്? രാമൻകുട്ടി അച്ചുവേട്ടനും മിസ്റ്റർ പോനിക്കര. ഞങ്ങൾ തന്നെ ഡെക്കറേഷൻ ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ ബ്രോഡ്വേയിൽ സാധനങ്ങൾ പെരുത്താൻ പോവാണ് ഗൈസ്. നമ്മൾ മേത്തർ ബസാറിലേക്ക് കയറിക്കാണ് ഗൈസ്. മേത്തർ ബസാർ പൂക്കള് വാങ്ങിക്കാൻ വന്നതാ ഗൈസ്. ഇവിടെ അതിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം ഗൈസ്. നമ്മള് ഇവിടെ അതിൽ കൊണ്ടുവരാണ്. ഞങ്ങൾ ഇവിടുന്ന് പൂക്കള് മൊത്തം വാങ്ങിച്ചു. ആരാ അടുത്ത ആള്? ബിബി ഹായ് ബംഗാളീസ്. ഹായ്. ഗുഡ്. ആ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ദുൽഖർ സൽമാൻ. ഹായ്. കുപ്പി പേപ്പർ കൊള്ളം ചേരും നിനക്ക്. ആരെട്ടെന്ന മൈലാഞ്ചി? അത് നന്നു ശരിയാക്കി. ആരെട്ട് തന്നേന്ന് പറ. ആണോ? ഇഷ്ടപ്പെട്ടോ? എന്താ നാളെ എന്താ പരിപാടി? ആ അമ്മയുടെ ആ എന്ത് ഷുഗർ സയൻസ്? വാക്ക് മാറിപ്പോയി. പറയേ. നാളെ എന്താ? വളകാപ്പാണോ? ഈ ഇരിക്കണ ആളുടെ കഥയാട്ടോ പറയണത്. അപ്പി മെഴുകി ഇങ്ങനെ കയ്യില് നോക്കിട്ട് ആന്ന് പറയുന്നു. ചെറുപ്പത്തിലായിരുന്നില്ലേടാ? കൊടംപുളി കാണിച്ചാണ് പാലുകൂടി നിർത്തിയത്. കൊടംപുളി കാണിക്കുമ്പോഴേക്കും എന്തായിരുന്നു എന്തത്? എന്താണെന്നറിയോ? ഈ എല്ലാരും വളയിടിക്കൂലേ? എല്ലാരും വളയിടിപ്പിക്കും. അങ്ങനത്തെ ചടങ്ങൊക്കെ ഉണ്ടോ? 59 വളി. എന്റെ പൊന്നോ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കപ്പ. ഇതിപ്പോൾ സമയം രാത്രി 1 മണി 2 മണി ആയിണ്ടാവും കേട്ടോ. ഞങ്ങൾ മൈലാഞ്ചി ഇട്ട് കുറേ കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും ആ ഒരു സമയമായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു വന്നാൽ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങളും ട്രേകളും, അതായത് ഒരു ഓഡ് നമ്പർ ഓഫ് ട്രേസ് വേണം അത്ര. അതിനകത്ത് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വെക്കും. അപ്പോൾ വളകാപ്പ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ചടങ്ങല്ലാത്തതുകൊണ്ട് മായം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നു. അതൊക്കെ ഞങ്ങൾ നാളത്തേക്ക് കൊണ്ടുപോകാനുള്ളത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ അതേപോലെ ഞങ്ങൾ റിട്ടേൺ ഗിഫ്റ്റ് എന്തെങ്കിലും റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണം അത്ര. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അതായത് വള ഇട്ട് പോണ ആൾക്കാർക്ക് കേട്ടോ, അപ്പം സ്ത്രീകൾക്ക്. അപ്പോൾ നമ്മൾ അതിനകത്തൊരു സിന്ദൂരവും കൺമശിയും മിഠായിയും പിന്നെ അതിനകത്തൊരു കുഞ്ഞി എന്താ പറയുക ഡബ്ബയും പിന്നെ കുറച്ച് വളകളുമാണ് നമ്മൾ റിട്ടേൺ ഗിഫ്റ്റായിട്ട് കൊടുക്കണേ. പണി കണ്ടപ്പോൾ പോയി ചരിഞ്ഞ അളിയനെ ഞാൻ പറ്റിച്ചെണീപ്പിച്ചു കൊണ്ടുവന്നു. ഈ ബൊമ്മേനെ ഇങ്ങനെ സാരി ഉടുപ്പിച്ച് ഇങ്ങനെ ഒരു പ്രഗ്നൻറ്റ് ബൊമ്മ പോലെ ആക്കിയെടുത്തത് മായമ കേട്ടോ. മായമ ഉണ്ടാക്കിയത് നമുക്കൊരു ട്രേയിലൊരു സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സെയിലത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾ റിട്ടേൺ ഗിഫ്റ്റ് പാക്ക് ചെയ്തു. അതേപോലെ ഈ റിട്ടേൺ ഗിഫ്റ്റിൻ്റെ കവേഴ്സിനകത്ത് ഞങ്ങൾ എല്ലാവരുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ. അതായത് ഓരോ വളകളുടെ സൈസ് അനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാരുടെ നന്ദു? വള മാത്രം
ഇല്ല, സ്നാക്സ് ബോക്സും ഉണ്ട്. ആർക്കും ആകാം. അതെ, നന്ദു പൊട്ടിച്ച് ഒരെണ്ണം കയറിയായിരുന്നു. എനിക്ക് വേണോ? മോളും തനിക്കല്ലേ നാളല്ല കുഞ്ഞ് അമ്മ എനിക്ക് ഇത് കൂടെ നശിപ്പിച്ച് എവിടെ ശാലുഷോ? ഹായ് ഗായ്സ്, അപ്പം ഞാൻ 4 മണിക്കൂർ കിടന്നുറങ്ങി എണീറ്റു പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ സമയം 10:45. അപ്പോൾ നമുക്ക് അവിടെ ഒരു 12 എന്തായാലും എത്തണം. അപ്പോൾ ആക്ച്വലി ഞാനൊരു കാര്യം കാണിക്കാവുന്നത്. സോ എനിക്ക് എന്തെങ്കിലും ഷാലുവിന് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഇങ്ങനെ ലൈക്ക് ബേബിക്ക് കൊടുക്കണോ അതോ ഷാലുവിന് ആയിട്ടുള്ളത് കൊടുക്കണോ എന്നുള്ളൊരു ആകെ കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ സംഗീതിന് ഞങ്ങൾക്കൊരു ഷൂ ലൈക്ക് ബ്രൈഡൽ ഷൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ലേ. സോ കിക്ക് മൈ വേ എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഞാൻ റീസെൻ്റ്ലി കണ്ടാണ് അവർ ടോട്ട് ബാഗ്സ് അങ്ങനത്തെ കുറേ ഷൂ മാത്രമല്ല വേറെ കുറേ സംഭവങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ബേബി ഷൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് ഒരു സിസ്റ്റർ ബ്രാൻഡ് പോലെ വേറെ ബേബി ഷൂസ് ചെയ്യണ ഇതുണ്ട്. അതായത് ബേബി ഷൂസിനകത്ത് അവർ സ്മോൾ ക്യൂട്ട് പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു ഹാമ്പറായിട്ട് കൊടുക്കാൻ പോവാം ഷാലുവിന്. നമ്മളിതാ ഈ ഒരു ബോക്സിലല്ല ഈ ഒരു ട്രേയിലാണ് നമ്മൾ ഹാമ്പർ സെറ്റ് ചെയ്യാൻ പോണേ. ഇതാണ് നമുക്ക് കിക്ക് മൈ വേന്ന് വന്ന ബോക്സ്. ഞാൻ പൊട്ടിച്ച് ഓൾറെഡി എക്സൈറ്റ്മെൻറ്റോട് തുറന്നൊക്കെ നോക്കിയായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ തുറന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റത്തെ വണ്ണാണ് ഈ ക്യൂട്ട് പെയിൻറ്റിങ്. ഇത് അപ്പുചേട്ടൻ, ഇത് ഷാലു, ഇത് മെക്കുട്ടി, ഇതിൻ്റെ ഉള്ളിൽ ബേബി. ഇതാണ് ഫസ്റ്റ് ഓർഡർ ചെയ്ത ഗിഫ്റ്റ്. നമ്മൾ ഷാലുവിനായിട്ട് നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോട്ട് ബാഗാണ്. ഇതെല്ലാം ആൾ കസ്റ്റമൈസ് ചെയ്ത് കൈകൊണ്ട് പെയിൻറ്റ് ചെയ്ത് തരുന്നതാണ്. ഇതുണ്ടോ, ഇതിനകത്ത് അമ്മം എന്നുള്ള വായിക്കുന്നത്, സോറി ഫ്രണ്ട് ക്യാമറ എടുക്കേസ് മമ്മ എന്ന് എഴുതിയിട്ടുള്ള ഒരു ക്യൂട്ട് ടോട്ട് ബാഗാണ് നമ്മൾ ഷാലുവിന് ഓർഡർ ചെയ്തത്. ഇനി ഏറ്റവും ഫേവറേറ്റ് ഇതല്ല കേട്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇത് അവരുടെ സിസ്റ്റർ ബ്രാൻഡാണ്. ലിറ്റിൽ കിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റർ ബ്രാൻഡാണ്. എബിൻ്റെ ഫസ്റ്റ് പെയർ ഓഫ് ഷൂസ്. അങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊരു ക്യൂട്ട് ഹാമ്പറാക്കി കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ഒക്കെ അവിടെ ഇട്ടൊക്കെ ആഡ് ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെ ഫോട്ടോ വീഡിയോ ഇല്ലാക്കാൻ എൻ്റെ ഫോണിൻ്റെ സ്പേസ് തീർന്നു. പിന്നെ ഭയങ്കര ലേറ്റായിരുന്നു. അതുകൊണ്ട് അത് വേറൊരു വീഡിയോയിൽ റീലായിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് ഗേൾ ബേബി ആണോ ബോയ് ബേബി ആണോ എന്ന് അറിയാത്തതുകൊണ്ട് ഇന്ന ജെൻഡറിനെ ഇതാക്കിയിട്ട് വരക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ യൂണിസെക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ വരച്ചു തന്നെ കേട്ടോ. പല ടൈപ്പ് റൈസ് ഉണ്ടാക്കുന്നു അവിടെ. അതെന്ത് സാധാ എന്ന് പറയണു അല്ലേ? 3 വാഴകള് വേറെ വാഴകൾ കൊണ്ട് നമ്മൾ ഇറങ്ങിയപ്പോഴേ ഓൾറെഡി ലേറ്റ് ആയി. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോവാണ്. നമ്മുടെ എരൂരുള്ള മാംഗ്രൂവ് ബേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇത്. സ്ഥലത്തെ വീഡിയോ ലൈറ്റ് ആൻഡ് സൗണ്ട്, ചേട്ടന്മാർ ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്യുന്നു. ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ടോ. ഹായ്, എക്സൈറ്റഡ് ആണോ? അതെ, ആദ്യമായിട്ടാണ് ഒരു വളകാപ്പ് കാണാൻ പോകുന്നത്. അതെ, അതിൻ്റെ എക്സൈറ്റ്മെന്റ് കാണുന്നുണ്ടല്ലോ. ഹലോ, ഇപ്പം കുറേ വളകാപ്പ് കണ്ടിട്ടില്ലാണല്ലോ അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്കറേഷൻ ചെയ്യുന്നതിൻ്റെ കുറേ വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ നല്ല ഓട്ടമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഉള്ളിൽ പ്രിയയും അബിയും കൂടെ ഈ ട്രേസ് എല്ലാം കൂടെ സെറ്റ് ചെയ്യുമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞ പോലെ ഓഡ് നമ്പർ ഓഫ് ട്രേസ് വേണമെന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അത് അവർ സെറ്റ് ചെയ്യുമായിരുന്നു. കുറച്ച് സൺസ്ക്രീൻ തരട്ടെ? ബെറ്റർ വൈബ്സ് കൊണ്ട് തുടച്ചിട്ട് ഗൈസ് ഒടുക്കത്ത ചൂടാണ്. ഗൈസ് ഒടുക്കത്ത ചൂട്. അപ്പം ഞാൻ ഇടയ്ക്ക് അവിടെ നിന്ന് സ്കൂട്ടായിട്ടതേ ഇതിൻ്റെ ഇടയിൽ വന്ന് വെക്കാം. ഇവിടെ ആകുമ്പോൾ AC ഉണ്ട്. ഹായ്, കണ്ടോ ട്രേകളൊക്കെ സെറ്റ്. ഇതൊക്കെ ആരുണ്ടാക്കിയതാണെന്നറിയോ? ഇത് കണ്ടോ പലതരം നട്ട്സ്. ആരുണ്ടാക്കിയതാ? കലാകാരി. നോക്കിയേ, വലിയ ആളാ. അതുകൊണ്ടാ ഇത്ര നമ്പർ ഓഫ് ട്രേസ് വേണമെന്നുണ്ടോ?
ഓഡ് നമ്പേഴ്സ് തന്നെ വേണമല്ലേ? ആ ആരിത്? മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഷാലൂസ് മദർ. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മേക്കപ്പ് കിറ്റ് ഇന്നും വന്നിട്ടില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതിന് പകരം ഞാൻ സാരി ഉപയോഗിച്ചിട്ട് അമ്മാതിരി ടാലന്റ്. ആരുടെ? എല്ലാ റൈസും റെഡിയാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരുമോ മായമ്മ? ലെമൺ സാദം, ആ കോക്കനട്ട് റൈസ്, ആ തക്കാളി സാദം, ആ പുളി സാദം, ആ കേർഡ് റൈസ്, തൈര് സാദം, ആ മാംഗോക്കാണല്ലോ ഡിമാൻഡ്. ഡെക്കറേഷൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ സ്റ്റേജസാണ് ഞങ്ങൾ കാണിക്കുന്നത്. കാരണം മൊത്തം വീഡിയോസ് എൻ്റെ ഇല്ല. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പുച്ചാൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാ കസിൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ലൈക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെന്തോ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പ്രേതോ അമ്മേ എന്താല്ലേ അമ്മ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ പിന്നെ വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ആവശ്യമില്ല. ചാലുവിന് ആശാരിക്ക് വീടില്ലെന്ന് പറയുന്നത് കല്യാണത്തിന് പറയാം. നാട്ടുകാർക്ക് മൊത്തം ചെയ്ത് കൊടുക്കും, മാത്രമൊന്നും ചെയ്യില്ല. അറിയത്തില്ല, അറിയണില്ല അല്ലേ? കുഞ്ഞു വയറ് പറയുമ്പോ 9 മാസം പറയും. ഷോ 3:30 തുടങ്ങുന്ന പറഞ്ഞ ഫംഗ്ഷന് 3:15 എത്തിയിട്ട് ഇപ്പം 5 മണിയായിട്ടും ഫംഗ്ഷൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ പിന്നെ ഈ കാണുന്നതൊക്കെ എൻ്റെ കലാവിരുതാണ് കേട്ടോ. ഇതൊക്കെ മറ്റേ തമ്പ് ഇംപ്രഷൻ വയ്ക്കാനുള്ളതും പിന്നെ ശരിക്കും ബേബീൻ്റെ നെയിം ഇതുവരെ ഞങ്ങൾക്ക് സജഷൻസിലൊന്നും മനസ്സിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നെയിംസ് എല്ലാവരോടും സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബോർഡും വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. ഇത് ഷാലുവിൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഷാലുവിൻ്റെ ഫോട്ടോസൊക്കെ അവരെടുത്ത് തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ. അത്ര വലിയ സംഭവം ഒന്നല്ല, അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ വേഗം സമയം എത്രയാണെന്ന് അറിയുമോ? 5 മണി കഴിഞ്ഞില്ലേ? 6 മണിയാവാറായി ഗൈസ്. നമ്മൾ കുറച്ച് അധികം ലേറ്റ് ആയി. പക്ഷെ ആൾക്കാരൊക്കെ എത്തി എന്തായാലും സംസാരിച്ച് സെറ്റായിരിക്കുവാണ്. എന്നാലും കുറച്ച് ആൾക്കാർ പോസ്റ്റാണ്. അപ്പം നമ്മൾ പോയിട്ട് വേണം. ആരാ ഹോസ്റ്റ് ചെയ്യണേ? ദേ നിൽക്കുന്നു ഹോസ്റ്റ് നന്ദന അജയൻ. അപ്പോൾ ഓക്കെയാണോ? ലെറ്റ്സ് ഗോ. സാരി പ്രീപ്ലീറ്റ് ചെയ്യാൻ കൊടുത്തുകൊണ്ട് എൻ്റെ ഒരുക്കൊക്കെ വേഗം കഴിഞ്ഞു. പിന്നെ അവിടെ വന്നിരിക്കുന്ന ഗസ്റ്റിനെയൊക്കെ പോയി കണ്ട് സംസാരിക്കാനുള്ള പോക്കാണ് അത് കേസ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബിന്ദുമയും സായിച്ചനും കല്ലും അവരൊക്കെ എത്തി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണ ഒരുപാട് അങ്ങോട്ട് ഇവിടെ വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തത്. അതുകൊണ്ട് എന്തെങ്കിലും വെളിത്തരങ്ങൾ വീണ് ഞാൻ ക്ഷമിക്കാം. കുറച്ച് നാളായിട്ട് ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കുമ്പോൾ ഷാലു ബിഹൈൻഡ് ദ സ്റ്റേജ് ആയിരുന്നു. സോ ടുഡേ ദ സ്പോട്ട്ലൈറ്റ് ഇസ് ഓൾ യുവർ ഷാലു. സോ let's welcome the glowing, gorgeous and ever smiling mom to be Shalu onto the celebration. അങ്ങനെ നമ്മൾ സ്റ്റേജിലേക്ക് ഷാലുവിനെ ഇൻവൈറ്റ് ചെയ്തു, അപ്പുച്ചേട്ടനെയും ഇൻവൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞൊരു മാല ഇടുന്ന ചടങ്ങുണ്ട് അത്ര. അപ്പോൾ മാല പൊതുവേ വളകാപ്പിന് ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടില്ല, വേറെ ആരെങ്കിലും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അന്ന് അളിയന്മാർ ഇട്ടേന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരെയും അളിയന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ടത്. സത്യം പറഞ്ഞാൽ കുറേ വീഡിയോസ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്ന കുറേ ചടങ്ങുകളൊന്നും ഞങ്ങൾക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ആകെ മൊത്തം തിരക്കായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ മോം ടു ബിക്ക് നമ്മളിങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈസ് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞങ്ങൾ ആകെ ഓടിപ്പെടന്ന് നടന്നതുകൊണ്ട് ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അതിൽ നിന്ന് കൈയിട്ട് വരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും വളകാപ്പിന് ആദ്യത്തെ വള എന്ന് പറയുന്നത് നമ്മൾ ഈ ആര്യവേപ്പിൻ്റെ ഈ തണ്ടില്ലേ അത് വെച്ചിട്ട് ഇങ്ങനെ പിരിച്ച് അത്ര ആദ്യത്തെ വള ഉണ്ടാകും. അങ്ങനത്തെ കുറേ ചടങ്ങുകളൊക്കെ ഇടയിൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആരതി ഒഴിച്ച്, അതായത് അവസാനത്തെ
വള ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരതി ഒഴിച്ച് അതുകൊണ്ട് കളയാം. അങ്ങനത്തെ കുറേ ചടങ്ങുകൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ മിസ് ഔട്ടായി പോയി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഒഫീഷ്യൽ ഫ്ലോയംകാരെടുത്ത വീഡിയോ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഞങ്ങളത് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞങ്ങളുടെ അമ്മമാരും ചിറ്റന്മാരും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറേ നാളായിട്ട് കാത്തിരുന്നൊരു ഫംഗ്ഷനാണ്. ഓരോ മാസം ഞങ്ങളിങ്ങനെ എണ്ണിയിരിക്കുകയായിരുന്നു ഷാലുവിൻ്റെ വളകാപ്പ് നടത്താനായിട്ട്. അപ്പോൾ എല്ലാവരും മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. ആ സന്തോഷം എല്ലാവരുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാം. ഇപ്പം മായമ്മ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഫംഗ്ഷൻ്റെ വെൽക്കം ബോർഡാണ്. അത് ആക്ച്വലി ഷാലു കണ്ടിട്ടില്ല. അതിനകത്തൊരു സ്മോൾ സർപ്രൈസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഷാലു ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഷാലുവിനെ ചിരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ വെൽക്കം ബോർഡിനകത്ത് വെക്കണേ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്തുണ്ടാക്കിയ ഫോട്ടോ ആണത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു സാരിയിൽ ഷാലു പ്രഗ്നൻ്റ് അല്ല. അപ്പോൾ വേറൊരു ഫോട്ടോ അതുപോലെ പ്രഗ്നൻ്റ് ആക്കിയിട്ട് വേറൊരു ഫേസിലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണത്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വളകാപ്പ് ഫംഗ്ഷൻ സക്സസ്ഫുള്ളി എൻഡ് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ തന്നെയാണ് ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളും ഫുഡും എല്ലാം അറേഞ്ച് ചെയ്തതൊക്കെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം കൂടെ ഒരുമിച്ച്. പക്ഷെ നല്ല രസമായിരുന്നു. പുറത്തുനിന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാം നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. സോ നമുക്ക് ഫ്രീ ആയിട്ട് എന്തും ചെയ്യാമായിരുന്നു. നമ്മളൊന്ന് ഒരു അറ്റംപ്റ്റ് നടത്തിയതാണ്. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമൊക്കെ ആയിരുന്നു. MC-യും ഫുൾ ഐഡിയ സീനാണ് പറയാനാ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയില്ല ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ടെന്ന് ഞങ്ങൾ ഞെട്ടിപ്പോയി. ചെറിയ ഫാമിലി ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു വെക്കേഷനോ ഒന്ന് വെറുതെ പുഴയൊക്കെ നോക്കി ഗെയിംസ് ഒക്കെ കളിച്ച് ഒരു 10-20 പേർക്ക് സിമ്പിൾ ആയിട്ട് ഒന്ന് നിൽക്കാട്ടോ. 10-20 പേർക്ക് പൂളും ഉണ്ട്. ചെറിയ പൂളാണെങ്കിലും വെരി നൈസ് പൂൾ. എല്ലാം കൊണ്ട് അടിപൊളി വൈബ്. അത് മസ്റ്റ് വിസിറ്റ് ആണ്. മാംഗ്രൂവ്സ് ബേ എന്ന് പറഞ്ഞിട്ട് അതും വൈറ്റിലേന്ന് വെറും 2 കിലോമീറ്റേഴ്സ് ഉള്ളൂ. പകുതി പ്രോപ്പർട്ടീന്റെ ഭംഗിയാണ്. ഞങ്ങൾ അതൊക്കെ ഒന്ന് മിന്നിച്ചെന്നേ ഉള്ളൂ. ഈ വീഡിയോ എങ്കിലും ഞാൻ അടിവേളത്തിൽ വരുന്നത് ഇത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് മുമ്പ് ഇതേപോലെ പറഞ്ഞ വൈൻഡപ്പ് ചെയ്ത പല വീഡിയോയും പുറത്ത് പെട്ടീനെ പുറത്ത് ഇറങ്ങിയിട്ടില്ല. എന്നാലും ഇത് ഞങ്ങൾ ഉറപ്പായിട്ട് ഇടും. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങളുടെ സപ്പോർട്ട് കുറച്ച് കൂടെ വേണം. അപ്പോൾ ഞങ്ങൾ റിംഗ് ബട്ടൺ നിങ്ങൾ അടിച്ചിട്ടില്ലെങ്കിൽ അടിക്കൂ. എന്നാലേ ഞങ്ങൾ ഇടുന്ന അറിയുള്ളൂ. ഇത് നിങ്ങൾ മറന്നുപോയില്ലേ? അപ്പോൾ ഇടാൻ മറക്കരുത്. ബൈ ബൈ.